സ്ക്രീന് എല്ലാവർക്കും കാണുന്നുണ്ടോ? ആ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള പ്രോഗ്രാമുകളാണ് ഇതുപോലെയുള്ള എക്സ്പെരിമെൻറ്റുകളൊക്കെയാണ് നമുക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വൈൽ ലൂപ്പാണ്. എന്ന് പറഞ്ഞാൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രോഗ്രാമിൽ നമ്മൾ ആദ്യം പഠിച്ച ചില ചെറിയ ചെറിയ പ്രോഗ്രാമുകളായിരുന്നു നമ്മൾ പഠിച്ചത്. ആ ചെറിയ ചെറിയ പ്രോഗ്രാമുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ചെറിയ എന്തെങ്കിലും ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകളെ അതിൽ യൂസ് ചെയ്യുള്ളൂ. പക്ഷേ നമുക്ക് ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ, അതേപോലെ നമ്മുടെ കൺട്രോള് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്താ പറയുക കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് 3 ടൈപ്പ് ഉണ്ട്, കാറ്റഗറി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ, അല്ലെങ്കിൽ ബ്രാഞ്ചിങ്. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി അവസാനിപ്പിച്ചു. അതിലൊന്ന് മെയിൻ ആയിട്ടുള്ളതായിരുന്നു ഈഫ്, അതേപോലെ വേറെ ഒന്നായിരുന്നു കേസ് സ്വിച്ച്, അതേപോലെ കേസ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. പിന്നെ അടുത്തായിട്ട് നമ്മൾ പറഞ്ഞ ഒരു ടെർണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള അതിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വളരെ ഫെമിലറൈസ് ചെയ്തു. ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ലൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതാണ് ലൂപ്പിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന് വേറൊരു പേരും കൂടി ഉണ്ട്, ഐട്രേഷൻ എന്നും പറയും, ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്നും പറയും. കേൾക്കുന്നില്ല ഇത്? ആരെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയണേ. ഓക്കെ. അടുത്തത്, അപ്പോൾ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ലൂപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് അതിന് പറയാം. ഒരേ കാര്യം തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യാം, ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലൂപ്പിംഗ് എന്ന് പറയാം, ലൂപ്സ് എന്നാണ് പറയാം. അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ഏത് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും, പല ലാംഗ്വേജുകളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ജാവ എന്ന് പറഞ്ഞിട്ട് ലാംഗ്വേജ് ഉണ്ട്, സി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, C++ ഉണ്ട്, പൈത്തൺ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, C#, അങ്ങനെ കുറേ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ജാവ സ്ക്രിപ്റ്റ്, ഇങ്ങനെ കുറേ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജുകൾ പലതും ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ. വളരെ ഇമ്പോർട്ടൻറ്റ്, പ്രോഗ്രാമിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ലൂപ്പിംഗ് എന്ന് പറയാം. നമ്മൾ അതിന് പറയാൻ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേക കോഡുകൾ അല്ലെങ്കിൽ കുറച്ച് അധികം സ്റ്റേറ്റ്മെൻറ്റുകൾ, ഒരേ സ്റ്റേറ്റ്മെൻറ്റിനെ വീണ്ടും വീണ്ടും ചെയ്യുക, ഒരു പ്രത്യേക കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നത് വരെ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നത് വരെ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൂപ്പിംഗ് എന്ന് പറയും. അപ്പോൾ ലൂപ്പിങ്ങിന് നമ്മൾ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളാണ് ഇതിൽ ചെയ്യാനുണ്ടാവുക. അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്ന മെയിനായിട്ട് 3 ലൂപ്പുകളാണുള്ളത്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും 3 ലൂപ്പുകളാണുള്ളത്. അതിൽ ഫസ്റ്റത്താണ് വൈൽ ലൂപ്പ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലൂപ്പാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഡു വൈൽ ലൂപ്പ്, വേറൊന്നാണ് ഫോർ ലൂപ്പ്. ഈ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഫോറിന്റെ തന്നെ വേറെ രണ്ട് ടൈപ്പുകളുണ്ട്, ഫോർ ഇന്നും ഫോർ ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
അത് പിന്നെ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോയാൽ മാത്രം മതി. ആദ്യത്തെ 3 നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, അതേപോലെ മറ്റൊന്നാണ് ഫോർ ലൂപ്പ് എന്ന് പറയും. അപ്പം ഇനി ഓരോന്നായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് വൈൽ ലൂപ്പ് എന്നാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ മാത്രമല്ല, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുക്കുകയാണെങ്കിലും, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ എടുക്കുകയാണെങ്കിലും അതിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൂപ്പാണ് വൈൽ ലൂപ്പ് എന്ന് പറയും. ഈ വൈൽ ലൂപ്പിനെ പൊതുവെ നമ്മൾ ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് പറയുന്നത്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. അല്ലെങ്കിൽ വൈൽ ലൂപ്പ്, അതിന്റെ ആ സെന്റൻസ് ഞാൻ വായിക്കാം. ദ വൈൽ ലൂപ്പ് ലൂപ്സ് through a block of code as long as the specified condition evaluates to true. As soon as the condition fails, the loop is stopped. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാര്യം തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാം. ഒരു കണ്ടീഷൻ വെച്ചിട്ട് ആണ് നമ്മൾ അതിനകത്തേക്ക് കറക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളൊരു ഓഡിറ്റോറിയത്തിലേക്ക് എന്തെങ്കിലും ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഷോ കാണാൻ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? നമ്മളൊരു ടിക്കറ്റ് എടുത്തിട്ടാണ് അതിനുള്ളിലേക്ക് കാണുന്നത്. എന്നാൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു എൻട്രി പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗാനമേള കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ഓഡിറ്റോറിയത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിനകത്ത് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു എൻട്രി പാസ് ഉണ്ടാവും അല്ലേ? ആ എൻട്രി പാസിനെയാണ് നമ്മളിവിടെ ഈ ഒരു സ്ക്രീനിൽ വൈൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എൻട്രി പാസ് ആണ്. ഈ എൻട്രി പാസ് ഓക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന് താഴെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഈ ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു കേളി ബ്രാക്കറ്റ് ഇട്ടുണ്ട്. ആ കേളി ബ്രാക്കറ്റിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു കമന്റ് ആണ് കൊടുത്തിരിക്കുന്നത്, കോഡ് ടു ബി എക്സിക്യൂട്ടഡ്. അവിടെയുള്ള ആ സ്റ്റേറ്റ്മെന്റുകൾ അത് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ആ പാസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പുറത്ത് നിൽക്കേണ്ടി വരും, നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വൈൽ സ്റ്റേറ്റ്മെന്റിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് ഇതിന് പറയാം. ഇനി വേറെ ടൈപ്പ് ലൂപ്പും കൂടി ഉണ്ട്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവ വൈൽ ലൂപ്പിനെ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതൊരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത സ്ലൈഡിലേക്ക്. അപ്പോൾ വൈൽ ലൂപ്പിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. കാണുന്നില്ലേ? ആരെങ്കിലും ഓഡിയോ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയൂ. കാണുന്നുണ്ടല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമുക്ക് ക്ലാസ് കുറച്ച് അതിനടുത്ത് ഇടയ്ക്ക് മിസ്സായി എന്ന് പറയുന്നത് കേട്ടു. ഒരു 1-2 മിനിറ്റ് ഒക്കെ മിസ്സായിട്ടേ ഉള്ളൂ. പക്ഷെ അപ്പോൾ അതേപോലെ എന്തെങ്കിലും മിസ്സാവുന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്ലൈഡിലേക്ക് നോക്കി നിൽക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് കാണാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കേൾക്കാതിരിക്കുന്ന എന്തെങ്കിലും മിസ്സിംഗ് ഒക്കെ വരുന്ന സമയത്ത് ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് അപ്പോൾ തന്നെ സംസാരിക്കുക, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന സമയത്ത് മറുപടി പറയാം. തീരെ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് എനിക്ക് കേൾക്കില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ അൺമ്യൂട്ട് ചെയ്തിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈൽ ലൂപ്പിനെ കുറിച്ചാണ്. വൈൽ ലൂപ്പിനെ നമ്മൾ പറഞ്ഞു, വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ നമ്മൾ ആരോ മാർക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ് ഉണ്ടാവും. അത് സാധാരണയായിട്ട് എല്ലാ ലൂപ്പുകൾക്കുമുള്ള 3 സ്റ്റെപ്പുകളാണ് ഉണ്ടാവുക. ഒന്നാണ് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു വേരിയബിളിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യും, ഇനീഷ്യലായിട്ട് ഒരു വേരിയബിൾ കൊടുക്കും. അതാണ് ശരിക്കും അതിന്റെ ടോക്കൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ എത്ര പ്രാവശ്യം ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം, ലൂപ്പിനകത്ത് നമ്മൾ കയറണം, പാസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്ന കൺട്രോളിങ് ഫാക്ടർ എന്ന് പറയുന്നത് അത് ആ വേരിയബിൾ ആയിരിക്കും. എന്നിട്ട് ആ വേരിയബിളിനെയാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുക. ആ ഒരു കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്ന കണ്ടീഷൻ ആണെങ്കിൽ എന്തായിരിക്കും ഉണ്ടാവുക? നമ്മളെ പാസ് ചെക്ക് ചെയ്യല്ലേ, അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പൊ ആ സെക്യൂരിറ്റി എന്ത് ചെയ്യും? നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഒരു എൻട്രി പാസ് ചെക്ക് ചെയ്യും. അപ്പൊ ആ എൻട്രി പാസ് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും?
ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്തേക്ക് ഇപ്പോൾ ആ ഓഡിറ്റോറിയത്തിനകത്ത് എന്താണോ ഷോ എന്നുള്ളതെങ്കിൽ ആ പ്രോഗ്രാമിലേക്ക് നമുക്ക് എൻട്രി കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സീറ്റ് നമുക്ക് ആദ്യം തന്നെ അലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സീറ്റിൽ പോയി നമുക്ക് ഇരിക്കാം. അല്ലെങ്കിലോ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൻഡ് ഓഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് നിൽക്കുക. അപ്പോൾ അത് അവസാനിച്ചു, നമുക്ക് അതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കയറാൻ പറ്റില്ല. ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഒരു ഷോ എന്ന് പറയുന്നത് ഓരോ മണിക്കൂർ ഇടവിട്ടുള്ള ഷോ ആണ്. നോക്കാം. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഷോ എന്ന് പറഞ്ഞാൽ 11 മണി മുതൽ 12 മണി വരെയുള്ള ഷോ ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഇനീഷ്യലൈസേഷൻ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനീഷ്യലായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു സമയം തന്നിട്ടുണ്ടാവും, 11 മണിയിൽ നിന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വാച്ചിൽ 11 മണിയിൽ നിന്നുണ്ടാവും. അപ്പൊ നമ്മള് കണ്ടീഷനെ ട്രൂ ആയിരിക്കും, സെക്യൂരിറ്റി ചെക്ക് ചെയ്യും, എന്ത് ചെയ്യും, ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഡിറ്റോറിയത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് അവിടെ വന്നിട്ട് എന്താണ് ചെയ്യുന്നത്, ഓരോ പ്രാവശ്യം ഓരോ ഇതിലിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, സമയം കഴിഞ്ഞോ എന്നുള്ളത് അല്ലേ. അപ്പൊ 12 മണി വരെയാണ് നമ്മളെ സമയമെങ്കിൽ 12 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, നമ്മള് വീണ്ടും അവിടെ എത്തിക്കഴിഞ്ഞാൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, ആ 12 മണി എന്നുള്ള സമയം മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ അകത്തേക്ക് കടക്കാൻ പറ്റില്ല. പിന്നെ അകത്തേക്ക് കടക്കണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ, 12 മണിക്ക് ശേഷമുള്ള ഷോ പ്രോഗ്രാമിൽ എത്ര മണിക്ക് സമയം അനുവദിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ നമ്മളിവിടെ വൈൽ ലൂപ്പിനകത്ത് ഈ ഒരു ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ് ഉണ്ടാവും. നമ്മളിവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഷോ കാണാനാണെങ്കിൽ നമുക്ക് ഷോന്റെ അല്ലെങ്കിൽ എന്താണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഫോൾസ് ആയി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ പറ്റും. അപ്പൊ വൈൽ എന്നുള്ള ഇതിന്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് അറിയാലോ അല്ലെ. വൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പ്രത്യേക സന്ദർഭത്തിൽ അല്ലെങ്കിൽ വൈൽ ഇന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യാം, അതിനുള്ളതാണ് വൈൽ. എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് ആ ഒരു കണ്ടീഷൻ ട്രൂ ആവുന്ന സമയത്ത് അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ അടുത്ത്. ഇനീഷ്യലി ഇതിന്റെ തന്നെ ലൂപ്പിന്റെ തന്നെ മറ്റൊരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനീഷ്യലൈസേഷൻ ആദ്യം ഉണ്ടാവും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് വരും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുക ഡിക്രിമെന്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോ പ്രാവശ്യം കണ്ടീഷൻ ചെയ്തിട്ട് ഏത് സമയത്താണോ കണ്ടീഷൻ ഫോൾസ് ആവുന്നത്, ഫോൾസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ഈ ബോഡി ഓഫ് ദ ലൂപ്പ് നിന്ന് എക്സിറ്റ് ചെയ്യും. ബോഡി ഓഫ് ദ ലൂപ്പ് നിന്ന് എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. മുഴുവൻ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ഉണ്ടാവില്ല. ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ നമുക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാണ് എക്സാമ്പിൾ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ്, പ്രോഗ്രാം ടു പ്രിന്റ് നമ്പേഴ്സ് അപ് ടു 10 എന്ന് പറഞ്ഞാൽ 10 വരെയുള്ള സംഖ്യകൾ നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങളിപ്പോ ഇതുവരെ പഠിച്ച ഒരു ഇതുവരെ നിങ്ങൾ പഠിച്ച ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രോഗ്രാം ചെയ്യാം? 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ദിൽഷാദ് എന്ന് പറഞ്ഞു നോക്കി. 10 വരെയുള്ള സംഖ്യകൾ നമ്മൾ പ്രിന്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ഇപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ച ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? if else വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? ഒരു സ്റ്റേറ്റ്മെന്റ് അത് പറയാമോ? if ഉദാഹരണമായിട്ട് നമ്പർ എന്നാണെന്ന് വെക്കുക. നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല, അത് നമ്മൾ നോക്കുന്നില്ല. വിഷ്ണുനാഥ് ഒന്ന് പറഞ്ഞു നോക്കേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ എന്താണ് കൊടുക്കുക? അതെ അത് ക്ലിയർ അല്ല അല്ലെ? ഇനി അടുത്ത വിഷ്ണുനാഥിന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു, വെറുതെ തെറ്റിക്കോട്ടെ.
വിഷ്ണുനാഥ് പറയാൻ പറ്റുമോ? ആ എങ്ങനെ? ആ ആ അതെ, വിഷ്ണുനാഥ് പറഞ്ഞ മാതിരി ചെയ്യാൻ പറ്റും. വേറെ വഴി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. എ എന്ന് പറഞ്ഞാല് ഉദാഹരണമായിട്ട് 1, എന്നിട്ട് ബി എന്ന് പറഞ്ഞാല് 2, സി എന്ന് പറഞ്ഞാല് 3, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4. അങ്ങനെ അങ്ങനെ എഴുതി പോയിട്ട് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ. ജെ എന്നുള്ളത് എന്ത് ചെയ്യണം? ജെ ഇക്വൽ ടു 10 എന്ന് പറയണം. എന്നിട്ട് ഇതെല്ലാം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യിക്കാം അല്ലെ? പ്രിന്റ് ചെയ്തൂടെ? പക്ഷേ ഇത് പ്രിന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു വലിയൊരു ടാസ്ക് ആയി മാറും. എന്ത്, ഞാൻ 10 വരെയുള്ള സംഖ്യകളോ ഇപ്പൊ പ്രിന്റ് ചെയ്യുന്നത്, നേരെ മറിച്ച് ഞാൻ 100 വരെയുള്ള സംഖ്യകളോ അല്ലെങ്കിൽ 1000 വരെയുള്ള സംഖ്യകളോ പ്രിന്റ് ചെയ്യാൻ പറയുന്നെങ്കിലോ അതുകൊണ്ട് ഒരു കാര്യമില്ല അല്ലെ? അതൊരു പ്രോഗ്രാം ആയിട്ട് മാറില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഇത്രയും വേരിയബിൾസ്, അല്ലെങ്കിൽ ഇപ്പോൾ 100 വേരിയബിൾസ് നമ്മൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യും? അത്രയും വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം, അതൊക്കെ ഓർത്ത് വെക്കുകയും വേണം. അതെല്ലാം അത് വളരെ ഡിഫിക്കൽട്ട് ആണ് അല്ലെ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഓരോ വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് ആ വേരിയബിള് ഇനീഷ്യലായിട്ട് വാല്യൂ കൊടുക്കുക, അതിനുശേഷം അത് പ്രിന്റ് ചെയ്യിക്കുക. ഈ പണിയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത് അങ്ങനെ നമുക്ക് ചെയ്യാൻ വളരെയധികം ഡിഫിക്കൽട്ടാണ് നമുക്ക് ചെയ്യാൻ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൂപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മൾ ഫ്ലോ ചാർട്ട്, ഞാൻ നേരത്തെ കാണിച്ച ഫ്ലോ ചാർട്ട് നിങ്ങൾ നോക്കുക. ഈ ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനീഷ്യലായിട്ട് നമ്മൾ ഇവിടെ i ഈക്വൽ ടു 10, i ഈക്വൽ ടു 1 കൊടുക്കാം. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇതിനൊരു 3 സ്റ്റെപ്പുകളുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഈ റൗണ്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? റെഡ് ആയിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ടോ? റൗണ്ട് ചെയ്ത് കാണണ്ട. അപ്പൊ i ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് i എന്നുള്ളത് ഇനീഷ്യലൈസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനാണ്, ഈ സ്റ്റെപ്പിനാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ് എന്ന് പറയാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് എന്താണ്? i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് നോക്കാം. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മൾ എൻട്രി എന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻട്രി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ എൻട്രി പാസ് എന്ന് പറയുന്നത്. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്യും. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ് അല്ലെ? കാരണം i എന്ന് പറഞ്ഞാൽ 1 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ 1 കൊടുത്തുകൊണ്ട് i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അപ്പൊ അതുകൊണ്ട് യെസ് ആണെങ്കിൽ എന്താണ് ഇവിടെ താഴെ വരുന്നു? എന്താണ് ഇന്നു? പ്രിന്റ് i എന്നുള്ളത് നമ്മൾ പ്രിന്റ് ചെയ്യും. അപ്പൊ എത്രയാണ് ഇപ്പോൾ i എന്ന് പറയുന്ന വാല്യൂ? ഞാൻ ഇവിടെ എഴുതാം, കാണുന്നുണ്ടാവും നമുക്ക്. 1 എന്ന് പ്രിന്റ് ചെയ്യും അല്ലെ? i എന്നുള്ളത് 1 എന്ന് പ്രിന്റ് ചെയ്യും. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? i ഈക്വൽ ടു i പ്ലസ് 1. i എന്നുള്ളത് എന്താണ്? ഒരു പ്രാവശ്യം കൂടി കൂട്ടും. അപ്പൊ iന്റെ വാല്യൂ ഇപ്പൊ എത്രയാണ്? ഇവിടെ ഞാൻ എഴുതാം 1 എന്നാണ് ഇപ്പോ. അപ്പൊ 1നെ ഒരു പ്രാവശ്യം കൂടി കൂട്ടുമ്പോൾ 2 എന്നായി. അപ്പൊ വീണ്ടും കൺട്രോൾ എന്ത് ചെയ്യുന്നു? ഇതുവഴി നമ്മൾ മുകളിലേക്ക് വരുന്നു. മുകളിൽ വന്നിട്ട് വീണ്ടും എന്ത് ചെക്ക് ചെയ്യുന്നു? i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. i എന്ന് പറഞ്ഞാൽ ഇപ്പൊ എത്രയാ വാല്യൂ? അതിന്റെ വാല്യൂ നമ്മൾ 1 പ്രാവശ്യം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എത്ര ഇപ്പോ? അതിന്റെ വാല്യൂ 2 എന്നാണ്. അപ്പൊ 2 എന്താണ്? ലെസ് ദാൻ 10 ആണോ? ആരെങ്കിലും പറയും. i ലെസ് ദാൻ 10 ആണോ എന്നാ ചോദിച്ചത്. അപ്പൊ കണ്ടീഷൻ ട്രൂ ആണ് അല്ലെ? അപ്പൊ വീണ്ടും ഇവിടെ വരും പ്രിന്റ് i എന്നുള്ളത് പ്രിന്റ് ചെയ്യും. അപ്പൊ എത്ര പ്രിന്റ് ചെയ്യാം?
അടുത്ത പ്രാവശ്യം വരുമ്പോൾ 2 എന്ന് പ്രിന്റ് ചെയ്യും, 2 എന്ന് പ്രിന്റ് ചെയ്യും. അപ്പൊ ഇവിടെ പ്രിന്റ് ചെയ്യുന്നത് 2 എന്നായിരിക്കും. അപ്പൊ ഈ വീണ്ടും i ഈക്വൽ ടു i പ്ലസ് 1 എന്നാണ്. i ഒന്നുകൂടിയും കൂടും, എത്രയായി മാറും? 3 എന്നായി മാറും. വീണ്ടും നമ്മൾ ഈ ഈ വഴി തന്നെ എന്താണ് പിന്നോട്ട് തന്നെ പോകും. നമ്മൾ ഈ പാമ്പും കോണിയും കഴിക്കുന്ന പോലെ നമ്മൾ എന്താണ് ഇപ്പൊ കോണി പാമ്പ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ പിന്നോട്ട് ഇങ്ങനെ ഓടില്ലേ, അതേപോലെ ഇത് വീണ്ടും എന്താണ് പിറകോട്ട് തന്നെ വരും. അപ്പൊ വീണ്ടും എന്താണ് i ലെസ് ദാൻ 10 ആണോ എന്ന് വീണ്ടും ചെക്ക് ചെയ്യും. i ഇപ്പൊ എത്രയാണ്? 3 ആണ് അല്ലെ, 3 ലെസ് ദാൻ 10 അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? പ്രിന്റ് i വീണ്ടും പ്രിന്റ് ചെയ്യും. അപ്പൊ എന്താ പ്രിന്റ് ചെയ്യാ? 3 എന്ന് പ്രിന്റ് ചെയ്യും. ഇനി അതിന്റെ വാല്യൂ എന്തായി? അടുത്ത പ്രാവശ്യം 4 ആയി. ഇനി 4 എന്നുള്ള വാല്യൂ വഴി ഇങ്ങനെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ എന്താണ്? 4 വീണ്ടും 10നേക്കാൾ കുറവാണ്. അപ്പൊ എന്ത് ചെയ്യും? പ്രിന്റ് ആയി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എത്ര പ്രിന്റ് ചെയ്യും? 4 എന്ന് പ്രിന്റ് ചെയ്യും. അപ്പൊ വീണ്ടും എന്താ i ഈക്വൽ ടു i പ്ലസ് 1 എന്നാണ്. ഇവിടെ എന്ത് ചെയ്തു? 5 ആയി മാറി. ഇനി വീണ്ടും 5ന്റെ വാല്യൂ വന്നിട്ട് ഇങ്ങനെ വന്ന് 8 ആവും, അവസാനം 9 ആവും വാല്യൂ. ഇങ്ങനെ 9 ആയിട്ടുള്ളത് കാണിക്കാം. 9 ഇവിടെ നമ്മൾ 8 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവസാനം പിന്നെ 9 ആണ് വരിക. അപ്പൊ 9 പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരും. അപ്പൊ വീണ്ടും i ലെസ് ദാൻ 10 ആണോ ചെക്ക് ചെയ്യും. ആണല്ലോ, 9 10നേക്കാൾ ചെറുതല്ലേ. 10നേക്കാൾ ചെറുതായതുകൊണ്ട് എന്ത് ചെയ്യും? 9 എന്നുള്ളത് പ്രിന്റ് ചെയ്യും. ഇവിടെ 9 എന്ന് പ്രിന്റ് ചെയ്യും. 9 എന്ന് പ്രിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? വീണ്ടും i ഒരു പ്രാവശ്യം കൂടി കൂട്ടും. അപ്പൊ അവിടെ 10 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പൊ 10 എന്നുള്ള വാല്യൂയും എന്ത് ചെയ്യും? അതേപോലെ 10 എന്നുള്ള ഇവിടെ വന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നാണ് ചെക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തുകൊണ്ട് 10 ഈക്വൽ ടു 10 ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? വീണ്ടും ഇവിടെ വീണ്ടും എന്ത് ചെയ്യും? വാല്യൂ 10 എന്ന് പ്രിന്റ് ചെയ്യും. 10 എന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ i ഈക്വൽ ടു i പ്ലസ് 1 എന്നുള്ള ഈ താഴത്തുള്ളതിൽ എന്ത് ചെയ്യും? അത് 11 എന്നുള്ള വാല്യൂ ആയിട്ട് മാറും. i ഈക്വൽ ടു i പ്ലസ് 1 എന്നുള്ളിടത്ത് എന്ത് ചെയ്യും? 11 എന്നുള്ള വാല്യൂ ആവും. 11 എന്ന വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും 11 എന്നുള്ള വാല്യൂമായിട്ട് എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെക്ക് ചെയ്യും i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. അപ്പൊ ആണോ? 11 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണോ? അല്ല അല്ലെ. അപ്പൊ കണ്ടീഷൻ ഫോൾസ് ആയി. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് അപ്പൊ എൻട്രി എന്തായി? അവസാനിച്ചു. ഇപ്പൊ നമ്മള് ഓഡിറ്റോറിയത്തിൽ കയറുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അവിടെ എന്താണ് 11 മണി വരെ 11 മണി മുതൽ 12 മണി വരെയാണ് ഷോ എങ്കിൽ 12 മണിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ പറ്റുമോ? പിന്നെ കയറാൻ പറ്റില്ല അല്ലെ. വീണ്ടും നമ്മൾ 12 മണിയായിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ആ ടിക്കറ്റ് വെച്ച് കയറാൻ പറ്റില്ല. അപ്പൊ നോ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പുറത്തേക്കാണ് പോവാ. സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കും. അപ്പൊ ഇതിനെയാണ് ഇത് ആണ് എന്ത്? ഫോർ ലൂപ്പ്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര വേരിയബിൾ ആവശ്യം വന്നു? നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയാണെങ്കിൽ നമുക്ക് എത്ര വേരിയബിൾസ് വേണം? 10 എണ്ണം പ്രിന്റ് ചെയ്യാനാണെങ്കിൽ 10 വേരിയബിൾസ് വേണം അല്ലെ. അല്ലെ നമ്മളത് ഇൻക്രിമെന്റ് ചെയ്ത് ഇവിടെ നമ്മൾ ഒരൊറ്റ വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യുന്നത്. ഇതിപ്പോ ഇനി 100 ആണെങ്കിലോ അല്ലെങ്കിൽ 1000, 10,000, ലക്ഷം ഒക്കെ ആണെങ്കിലോ പ്രിന്റ് ചെയ്യാനും എന്ത് ചെയ്താൽ മതി? ആ വേരിയബിൾ തന്നെ ഉപയോഗിച്ചാൽ മതി. വേരിയബിൾ എന്നുള്ള പേരിൽ നിന്ന് തന്നെ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ വാല്യൂ ഇങ്ങനെ വാരി ചെയ്യുന്നത് അല്ലെങ്കിൽ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ഐഡന്റിഫയർ അല്ലെങ്കിൽ ഒരു എലമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ വാരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് ഈ കൺട്രോളിങ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? i എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ലൂപ്പിൽ 3 കാര്യങ്ങളാണുള്ളത്. ഈ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞത് ഇനീഷ്യലൈസേഷൻ. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് കണ്ടീഷൻ എന്നുള്ളതാണ്. ഇനി ഇവിടെ വരുന്നത് എന്താണ്? i ഈക്വൽ ടു i പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ്. ഇവിടെ നമ്മൾ ഇൻക്രിമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് വരും, അല്ലെങ്കിൽ അൾട്രേഷൻ എന്ന് പറയും. വാല്യൂസ് ഈ i എന്നുള്ളതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. ഇവിടെ നമ്മൾ i ഈക്വൽ ടു i പ്ലസ് 1 കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ്? ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പായിട്ട് മാറും. ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കുക അനന്തമായ ഒരു ലൂപ്പായിട്ട് മാറും ഇത്. കാരണം ഈ i ഈക്വൽ ടു i പ്ലസ് 1 എന്നുള്ളത് നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാല് എന്താണ്? ഇതാണ് അതിന്റെ ഇത് കൊടുക്കുന്നതുകൊണ്ടാണ് എന്താണ്? ലൂപ്പ് ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തുമ്പോൾ എന്താ ചെയ്യുന്നത്? അത് ടെർമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നത്. അപ്പൊ അതാണ് എന്ത്? ഈ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് എല്ലാ ലൂപ്പിങ്സും. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ലൂപ്പാണ് എന്ത്? ഈ വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇത്
മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായോ? ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? അൺമ്യൂട്ട് ചെയ്തിട്ട് ആരെങ്കിലും ആൻസർ ചെയ്യും. മനസ്സിലായി? വിഷ്ണുനാഥന് മനസ്സിലായി. ബാക്കിയുള്ളവർക്ക് മനസ്സിലായോ? ആരെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറയാം, ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ. ആരും മറുപടി ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ആ പ്രോഗ്രാം നമുക്ക് നോക്കാം, അത് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോഗ്രാം ടു പ്രിന്റ് ദ നമ്പേഴ്സ് 1 to 10 എന്നാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ഇതിലാണ്. സ്ക്രിപ്റ്റ് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. ഇതിന്റെ ലോജിക്ക് ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യലൈസേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇനീഷ്യലൈസേഷൻ ആണ്. അതാണ് നമ്മൾ ഇപ്പോൾ അടുത്തായിട്ട് പറയുന്നത്. ഇവിടെ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഭാഗം ഉണ്ടല്ലോ, വേരിയബിൾ i ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. ഈ ഭാഗമാണ് എന്ത് ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ലൂപ്പിൽ പറഞ്ഞിരുന്നു, അതിൽ അതേ സ്റ്റെപ്പ് തന്നെയാണ്. വേർ i ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പാണ്. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് വൈൽ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഇതാണ് നമ്മൾ എന്ത് കണ്ടീഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് നമ്മൾ പറയുന്നതാണ് എന്ത് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇനി അതിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എന്ത് പ്രിന്റ് ചെയ്യുക. i എന്നുള്ളത് പ്രിന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പ്രിന്റ് ചെയ്യും. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് i ഈക്വൽ ടു i പ്ലസ് 1. ഇതാണ് അതിന്റെ ഇൻക്രിമെന്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ അതിന്റെ ഡിക്രിമെന്റ് ഓപ്പറേഷൻ. ഇപ്പൊ ഇവിടെ നമ്മൾ ഇൻക്രിമെന്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഒരു ലൂപ്പിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ നമുക്ക് ഇതിലൊന്ന് ചെയ്ത് നോക്കാം. നമ്മള് പ്രോഗ്രാമിന് പേര് കൊടുക്കുകയാണ് പ്രിന്റ് 1 to 10 എന്നാണ്. .html. നമ്മൾ ഇവിടെ ബോഡി കാത്ത് ടൈറ്റിലൊന്നും കൊടുക്കുന്നില്ല. പ്രോഗ്രാം ഇവിടെ ഇങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 10 വരെയുള്ള സംഖ്യകളാണ്. അപ്പോൾ ആദ്യം i ഈക്വൽ ടു 1 കൊടുത്തിട്ടുണ്ട്. വൈൽ i ലെസ് ദാൻ 10 ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. പ്രിന്റ് 1 to 10 ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടോ. അപ്പോൾ നമ്മൾ 10 വരെയുള്ള സംഖ്യ നമ്പർ ഈസ് 1, നമ്പർ ഈസ് 2, നമ്പർ ഈസ്
3 എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രിന്റ് ചെയ്തത്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, നമ്പറീസ് എന്നൊന്നും കൊടുക്കണമെന്നില്ല. പ്രോഗ്രാമിൽ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്പറീസ് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഐന്ന് ഡയറക്റ്റ് ഐന്ന് കൊടുത്താൽ മതി. ഒരു സെക്കൻഡ്, അതാണ് പ്ലസ്. കാണാം, ഇങ്ങനെ 10 വരെയുള്ള സംഖ്യകൾ കാണുന്നുണ്ടോന്ന് അറിയില്ല. 10 വരെയുള്ള സംഖ്യകൾ ഇതേപോലെ പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് ഇവിടെ കണ്ടീഷൻ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത് 5 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 5 മാത്രം കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ 5 വരെയുള്ള സംഖ്യകൾ മാത്രം പ്രിന്റ് ചെയ്യും. കൊടുത്തു കഴിഞ്ഞാൽ 5 വരെയുള്ള. ഇനി ഞാൻ കൊടുക്കുന്നത് 100 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യിക്കണം നോക്കാം. എനിക്ക് ഇവിടെ 100 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യണം. ഞാനിവിടെ 100 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യാൻ സേവ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഇത് കൊടുത്തു. കണ്ടോ, ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നില്ലേ? കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കാണുന്നുണ്ടെങ്കിൽ അത് പറയട്ടോ. കാണുന്നില്ലെങ്കിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ കണ്ടോ, ഇത് 100 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. 100 വരെ പ്രിന്റ് ചെയ്യും. കണ്ടോ, ഇത്രയും സംഖ്യകൾ ഇത് പ്രിന്റ് ചെയ്യും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോഗ്രാമിന് ഇപ്പോൾ കണ്ടോ, ഇതിലിപ്പോ നമ്മളിപ്പോ 10 വരെയുള്ള അല്ലെങ്കിൽ 100 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇത്രയും സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. 1 2 3 4 ആകെ 4 സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള വാരിയബിൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര നമുക്ക് 100 വാരിയബിൾസ് തന്നെ ഉപയോഗിക്കേണ്ടി വരും അല്ലേ, അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് റൺ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അത് തീരുമാനിക്കുന്ന രീതിയിലും ചെയ്യാം. റൺ ചെയ്യുന്ന സമയം ഉദാഹരണമായിട്ട് നമുക്ക് ഏത് വരെയുള്ള സംഖ്യയാണ് എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. അത് n നമ്പർ n ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വേരിയബിൾ, വേറെ ഒരു വേരിയബിൾ കൊടുക്കാം. ഇവിടെ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വേരിയബിൾ കൊടുത്തു. ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുത്തു. ലിമിറ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ നമ്മൾ നേരത്തെ ഒക്കെ ചെയ്ത പോലെ നമുക്ക് ഒരു ഇത് റീഡ് ചെയ്യുന്ന അത് മാത്രം ഞാൻ അങ്ങോട്ട് കോപ്പി ചെയ്യാം. ഇവിടെ ഞാൻ ലിമിറ്റ് ഈക്വൽ ടു, ഞങ്ങളുടെ ലിമിറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്, ലിമിറ്റ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ കൊടുത്തിരിക്കുകയാണ്. എൻ്റർ യുവർ ലിമിറ്റ്, ഞാനിവിടെ മെസ്സേജ് കൊടുത്തിരിക്കുന്നതാണ് എൻ്റർ യുവർ ലിമിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ലിമിറ്റ് എന്നുള്ള വേരിയബിളിലേക്ക് റീഡ് ചെയ്യും. അപ്പോൾ ഇവിടെ വൈൽ i ലെസ് ദാൻ 100 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്നുള്ളത് കൊടുക്കുന്നതിന് വേറെ എന്ത് കൊടുത്താൽ മതി, ഇവിടെ ഞാനൊരു വേരിയബിൾ കൊടുത്താൽ മതി. ആ വേരിയബിൾ ലിമിറ്റ് എന്ന് കൊടുത്താൽ മതി. ഇനി ഞാൻ സേവ് ചെയ്തിട്ട് അത് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനായിട്ട് ഞാൻ റൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ ലിമിറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ലിമിറ്റ് കൊടുത്തത് 3 എന്നാണ്. 3 ലിമിറ്റ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 3 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യും. ഇനി ഞാൻ റൺ ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കുന്നത് 5 എന്നാണ് കൊടുക്കുന്നത്. അങ്ങനെ 5 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യും. ഇനി ഞാൻ പ്രിന്റ് ചെയ്യുന്ന ഇതിന് ആവശ്യമുള്ള എനിക്ക് 10 വരെയുള്ള സംഖ്യകളാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 10 വരെയുള്ള സംഖ്യകളും പ്രിന്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസർക്ക് തീരുമാനിക്കാൻ പറ്റും ഇവിടെ എത്ര സംഖ്യകൾ പ്രിന്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാൻ കൊടുക്കുന്നത്, ഞാൻ 100 കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, 100 വരെയുള്ള സംഖ്യകൾ ഇവിടെ പ്രിന്റ് ചെയ്യും. കണ്ടോ, ഇവിടെ ഇങ്ങനെ താഴെ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം 100 വരെയുള്ള സംഖ്യകൾ ഇവിടെ പ്രിന്റ് ചെയ്യാൻ ഉള്ള ഒരു പ്രോഗ്രാമാണ് ഇത് ഈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോഗ്രാമിനെ നമുക്ക് മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. ഇത് മനസ്സിലായോ? ഈ പ്രോഗ്രാം
ചെയ്ത് മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് വേറെ ആരെങ്കിലും ഒരാള് പറയാം. ഇതിപ്പോ ഉദാഹരണമായിട്ട് ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ സംഖ്യ ഇതില് ഞാൻ 10 വരെയുള്ള എല്ലാ സംഖ്യകളും പ്രിന്റ് ചെയ്യാണ്. എനിക്ക് 10 വരെയുള്ള ഓഡ് സംഖ്യകൾ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. ഓഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. ഇരട്ട സംഖ്യകൾ പ്രിന്റ് ചെയ്യണ്ട, ഒറ്റ സംഖ്യകൾ മാത്രം പ്രിന്റ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് മോഡിഫിക്കേഷൻ ആണ് വരുത്തേണ്ടത്? വിഷ്ണുനാഥും ദിൽഷാദൊന്നും പറയണ്ട, ബാക്കി വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഈ പ്രോഗ്രാമിൽ എന്ത് മോഡിഫിക്കേഷൻ ആണ് വരുത്തേണ്ടി വരിക? പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാം കോഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഏത് ലൈനിലാണെന്ന് പറഞ്ഞാൽ മതി. ഏത് ലൈനിലാണ് മോഡിഫൈ ചെയ്യേണ്ടി വരിക? ഇപ്പോഴത്തെ ഈ ഒരു പ്രോഗ്രാമിലാണെങ്കിൽ ഞാനിപ്പോ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിമിറ്റ് വരെയുള്ള എല്ലാ സംഖ്യകളും പ്രിന്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള എത്ര 10 ലിമിറ്റ് കൊടുത്തെങ്കിൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യും. പക്ഷെ എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത് 10 വരെയുള്ള എല്ലാ സംഖ്യകളും പ്രിന്റ് ചെയ്യേണ്ട, പകരം എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത് 1, 3, 5, 7, 9 വരെയുള്ള സംഖ്യകൾ പ്രിന്റ്, അങ്ങനെ ഓഡ് നമ്പേഴ്സ് മാത്രം പ്രിന്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഏത് ലൈനിലാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്? ആരെങ്കിലും പറയും, ഒരു ചാലഞ്ച് ആയിട്ട് എടുത്തോ. ആരെങ്കിലും പറയും, ആൻസർ ചെയ്യും. പറ. ആരാ പറയുന്നത്? മാജിദാണോ? പറഞ്ഞോ. എത്രാമത്തെ ലൈനിലാണ് മോഡിഫിക്കേഷൻ വരുത്തണ്ടേ? ഹലോ, പറയാമോ? ആർക്കെങ്കിലും പറയാമോ? ഇല്ലേ? ഹലോ, അറിയില്ല. ഓക്കെ, എന്നാ ദിൽഷാന് പറയാൻ പറ്റുമോ? എവിടെയാണ് പറയൂ ദിൽഷ. എന്താണ് മോഡിഫിക്കേഷൻ വരുത്തുന്നത്? I+2. അങ്ങനെ ഡയറക്റ്റ് I+2 എന്ന് കൊടുക്കാൻ പറ്റില്ല. അതിന് പകരം എന്ത് കൊടുത്താൽ മതി? നമ്മൾ I = I+2 കൊടുത്താൽ മതി അല്ലേ? I+2. അപ്പൊ I എന്നുള്ളത് 1 ആണ്. അപ്പൊ 1 അടുത്ത വരുമ്പോ എന്ത് ചെയ്യും? 3 എന്നായിരിക്കും പ്രിന്റ് ചെയ്യുക അല്ലെ? അല്ലെങ്കിൽ ഇതിന് ഈക്വലന്റ് ആയിട്ട് വേറെ സ്റ്റേറ്റ്മെന്റും കൂടി ഉണ്ട്. I += 2 എന്ന് കൊടുത്താലും മതി. I += 2 എന്ന് കൊടുത്താലും മതി. ഇത് രണ്ടും സെയിം ആണ്. I = I+2 എന്നുള്ളതിനും ഇതൊരു ഷോർട്ട് നൊട്ടേഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് I = I+1, ഇത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ. അതിന് പകരം എന്ത് കൊടുത്താൽ മതി? I += 2 എന്ന് കൊടുത്താലും എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അപ്പൊ അവിടെയാണ് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത്. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഓഡ് നമ്പേഴ്സ് മാത്രം പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് ഈവൻ നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം? ഈവൻ നമ്പേഴ്സ് ആണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? എന്താണ് മോഡിഫിക്കേഷൻ ഇതിൽ വരുത്തേണ്ടി വരിക? വിഷ്ണുനാഥ് ഒന്ന് പറഞ്ഞു നോക്കിയേ. I%. അല്ല, അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ =2 എന്നോ? അപ്പൊ നമുക്ക് അത് അവസാനിപ്പിക്കാനോ പ്രോഗ്രാം ഇത് അവസാനിപ്പിക്കാനുള്ള കണ്ടീഷൻ അപ്പൊ ഉണ്ടാവില്ല. ഉണ്ടാവോ? അല്ല, വൈൽ I എങ്ങനെ കൊടുക്കാന്ന് പറഞ്ഞേ? I%2 = 0. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയുമോ? =0. ഇങ്ങനെ കൊടുക്കാം അല്ലെ? ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് റൺ ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം.
ലിമിറ്റ് ചെയ്യാൻ കൊടുത്തു 10. ഇത് വാലിഡ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അല്ല, അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്തെടുത്താൽ മതി, ഈ പ്രോഗ്രാമിൽ മോഡിഫിക്കേഷൻ i=0 കൊടുത്താൽ പറയാം. എന്നാൽ ദിൽഷാദ് പറഞ്ഞ ആ പ്രോഗ്രാമിനെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഇത് റൺ ചെയ്യും. i=0 എന്ന് കൊടുത്താൽ പറയാം. ഇവിടെ i=0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആദ്യം കണ്ടീഷൻ ട്രൂ ആവും. അതുകൊണ്ട് എന്ത് ചെയ്യും, ആദ്യം 0 പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് 0 പ്രിന്റ് ചെയ്യണ്ടെന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുത്താൽ മതി, i=2 എന്ന് ഇനീഷ്യലായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2, 4, 6, 8 എന്ന് പ്രിന്റ് ചെയ്യും. അല്ലേ, മനസ്സിലായില്ലേ? ഹലോ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ ഏതെങ്കിലും ഭാഗങ്ങൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറയാം. ഇത് അസൈൻമെന്റ് ഞാൻ ഇത് വൈകിട്ടൊക്കെ തരാം ചെയ്യാനുള്ളത്. അസൈൻമെന്റ് തരുമ്പോൾ ശ്രദ്ധിക്കുക, അത് അതിന്റെ പ്രോഗ്രാമും അതുപോലെ അതിന്റെ ഔട്ട്പുട്ടും കാണണം. അപ്പോൾ നിങ്ങൾ കഴിയുന്നത് നിങ്ങൾ ഒരു ചെറിയൊരു സ്ക്രീൻ റീഡർ ഇത് ഉപയോഗിച്ചിട്ട് ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അയക്കാണ് നല്ലത്. എന്നാൽ പിന്നെ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന നമ്പേഴ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റും. ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ആരാ ചെയ്യുന്നത്, വിഷ്ണുപ്രിയ ആണോ ഇന്ദിരാദേവി ആരോ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ വേറെയും റെക്കോർഡ് ചെയ്തിരുന്നു അല്ലേ. ആരാണ്, വിഷ്ണുപ്രിയ അല്ലേ അതോ വിഷ്ണുപ്രിയ? അപ്പോൾ അതേപോലെ ചെയ്താലും മതി. നിങ്ങൾ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ആ ഓരോ പ്രോഗ്രാമിനും വേറെ വേറെ റെക്കോർഡ് ചെയ്തിട്ട് അത് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ കോഡും എനിക്ക് കാണാൻ പറ്റും അതിൽ തന്നെ. അതേപോലെ നിങ്ങളുടെ സ്ക്രീനിന്റെ ഔട്ട്പുട്ടും നിങ്ങൾക്കും സുഖമാണ്. ഒരൊറ്റ ഫയൽ മാത്രം സെൻഡ് ചെയ്താൽ മതിയാവും. സ്ക്രീൻ അത് എങ്ങനെയാണെന്ന് വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാറെന്ന്, ഏത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ ഏതോ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാറ്? അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചാലും മതി ഇനി ഉള്ള അസൈൻമെന്റുകളിൽ. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ ഫയൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ എൻ്റർ ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഔട്ട്പുട്ടിൽ പലപ്പോഴും നിങ്ങൾ എൻ്റർ ചെയ്യുന്ന വാല്യൂസ് ഏതൊക്കെയെന്ന് എനിക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും ഈ ഇന്ന് പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വൈൽ ലൂപ്പിൽ എൻ്റെ ഈ പോർഷനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഇത് കുറേ അസൈൻമെന്റുകൾ ചെയ്തിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ അസൈൻമെന്റുകൾ ഞാൻ ചെയ്യും, അതിന് കൂടുതൽ ഇൻസ്ട്രക്ഷനും അതേപോലെ ആവശ്യമുള്ളതിന് ഞാൻ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ, ചെറിയ ഷോർട്ട് വീഡിയോസും ആണെങ്കിൽ ഉണ്ടാക്കാം. അത് യൂട്യൂബിലിടാം. അതൊക്കെ കാണണം നിങ്ങൾ. അത് കണ്ടിട്ട് നിങ്ങൾ ചില വീഡിയോസൊന്നും തീരെ ആരും അധികം ആളുകളൊന്നും കണ്ടിട്ടില്ല. നമുക്കിപ്പോൾ വീഡിയോ കണ്ടാണ്ട് അതിൻ്റെ ലൈക്ക് ഷെയർ ചെയ്യാനൊന്നും അല്ല ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത്. നിങ്ങളെ ഈ പ്രാക്ടിക്കലി നിങ്ങൾ ചെയ്യാനുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് കാണാൻ, എന്നെ ബോധ്യപ്പെടുത്താനല്ല, നിങ്ങളത് കണ്ട് പഠിച്ച് അത് ചെയ്യാണ് വേണ്ടത്. അതിൻ്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ പലപ്പോഴും ട്യൂട്ടോറിയൽ ഇതേപോലുള്ള ഷോർട്ട് വീഡിയോകളിലൊക്കെ നമ്മൾ ഇടുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതിൽ? എന്തെങ്കിലും ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തൊന്നും ചോദിച്ചാൽ ആരും എന്തൊന്നും മറുപടി പറയുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ ചെയ്തു. അത് ഇതന്നെയാണ് അതിന്റെ കോഡ്. അത് റൺ ചെയ്യുന്ന സമയത്ത് variable i=2 limit number കോഡെന്തോ പ്രശ്നം പറ്റില്ലല്ലോ.
സെക്കൻഡ്. ഞാൻ ആ പ്രോഗ്രാം ഒന്നുകൂടി എടുക്കട്ടെ. പത്ത് കൊടുത്തു കഴിഞ്ഞാൽ 10 വരെയുള്ള സംഖ്യകൾ പ്രിൻ്റ് ചെയ്യുന്ന, സോറി 100 വരെയുള്ളത് പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനെ മോഡിഫൈ ചെയ്യണേ, ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ 10 വരെയുള്ളതാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇതിന് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാണ് വേണ്ടത് നമുക്ക്. അപ്പോൾ ആദ്യം i = 2 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അതിനുശേഷം നേരത്തെ ഒരു അത് i + 2 i + 2 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്താൽ ലിമിറ്റ് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ലിമിറ്റ് നമ്മൾ 10 കൊടുത്ത് നോക്കാം. 10 ആണെങ്കിൽ 10 വരെയുള്ള സംഖ്യകൾ കണ്ടോ, കാണുന്നുണ്ടാവും വിഷ്ണുപ്രിയ? അപ്പോൾ 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യും. ഇനി 0 കൂടി നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഇനീഷ്യലായിട്ട് എന്ത് കൊടുത്താൽ മതി, i = 2 എന്നുള്ളതിന് പകരം 0 കൊടുത്താൽ മതി. എന്നിട്ട് പ്രിന്റ് ചെയ്യും. ഞാൻ 10 വരെയുള്ള സംഖ്യകൾ കൊടുക്കുന്നെങ്കിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ 0 മുതലുള്ള 10 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് എത്ര ആണെങ്കിലും ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റും, ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും. അപ്പോൾ ഇതാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഇത് ഉപയോഗിച്ചിട്ട് കുറേ ലൂപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ പ്രോഗ്രാമുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ഇത് അസൈൻമെൻറ്റ് തരാം, അതിൻ്റെ ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻ അടങ്ങിയ ഒരു വീഡിയോ ഞാൻ വൈകിട്ട് എപ്പോഴേലും അയക്കാം. അപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ശ്രദ്ധിച്ചിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ അവസാനിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ലീവ് ചെയ്തോളൂ.